ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 തരം ക്യാഷ് ബുക്കുകളുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് ഫൈനലി പെറ്റി കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2 ക്യാഷ് ബുക്കുകൾ പരിചയപ്പെട്ടു, സിംഗിൾ കോളവും ഡബിൾ കോളവും. ട്രിപ്പിൾ കോളം നിങ്ങൾക്ക് പഠിക്കാനായിട്ടില്ല ഈ വർഷം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് പെറ്റി ക്യാഷ് ബുക്കാണ്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്? In every organization, a large number of small payments such as cartage, postage, telephone, stationery, bus fare, etc. പെറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട്, വളരെ തീരെ ചിലവുകളുള്ള കുറേ പേയ്മെൻറ്റുകൾ, വണ്ടിക്കൂലി, അതുപോലെ തന്നെ സ്റ്റാമ്പ്, പേപ്പർ, പേന, പെൻസിൽ, ടെലിഫോൺ ചാർജസ്, ഇങ്ങനെയുള്ള ചെറിയ നിസ്സാര പൈസയ്ക്ക് ഉള്ള ചിലവുകളുണ്ടല്ലോ. കൂടിപ്പോയാൽ 200 രൂപയിൽ നമുക്ക് ഒതുക്കാവുന്ന കുറച്ച് ചിലവുകൾ അല്ലേ, അല്ലെങ്കിൽ ഒരു 500 രൂപയ്ക്കുള്ളിൽ നമുക്ക് നടത്തി തീർക്കാവുന്ന കുറച്ച് ചിലവുകളുണ്ട് അല്ലേ. ഇവ ഇങ്ങനെ ആവർത്തിക്കുന്നവയുമാണ് അല്ലേ. ദേ ആർ ജനറലി റെപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ അല്ലേ. ഇപ്പോൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് എല്ലാ വർഷവും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അത് വീണ്ടും വീണ്ടും വാങ്ങേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പെൻ, പേപ്പർ, പെൻസിൽ, ഇവയൊക്കെ എന്താണ്? ബസ് ഫെയർ, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ക്ലർക്കിന് എവിടെയെങ്കിലും പോകേണ്ടി വരും. ആ പോകുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബസ് ഫെയർ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഒരു പ്രാവശ്യം പോയാൽ മതിയാവില്ല, 2-3 പ്രാവശ്യം പോകേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചെറിയ ചെറിയ ക്യാഷ് പേയ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മെയിൻ ക്യാഷ്യറെ, നമ്മുടെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ക്യാഷ്യറെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. ഈ വലിയ വലിയ കാര്യങ്ങൾ ബിസിനസ്സിൽ സംഭവിക്കുന്നു. ഫർണിച്ചർ വാങ്ങുന്നു, അതുപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു. ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾക്കുള്ളിലാണ് ഈ പറയുന്ന 50 രൂപയുടെയും 10 രൂപയുടെയൊക്കെ ചിലവുകൾ എഴുതേണ്ടി വരുന്നത്. അതും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇങ്ങനെ മാസങ്ങളും അതുപോലെ ഒരു മാസത്തിൽ തന്നെ പലതവണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഓവർ ബർഡൺ ജോബായിട്ട് മാറുന്നു. ആർക്ക്? മെയിൻ ക്യാഷ്യർക്ക്. അപ്പോൾ നോക്കൂ, ഇഫ് ഓൾ ദീസ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ദ മെയിൻ ക്യാഷ്യർ ആൻഡ് ആർ റെക്കോർഡഡ് ഇൻ ദ മെയിൻ ക്യാഷ് ബുക്ക്, ദ ക്യാഷ്യർ വിൽ ബി ഓവർ ബർഡൺ വിത്ത് ദ വർക്ക് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് വിൽ ബിക്കം എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഈ ഒരു സാഹചര്യത്തിൽ മെയിൻ ക്യാഷ്യർക്ക് ഇങ്ങനെ മെയിൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായിട്ട് മാറുകയും അയാളുടെ ജോലി ഭാരം കൂടുകയും ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം, അതും ചില്ലറ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ ബർഡൺ ജോബ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പെറ്റി ക്യാഷ് ഡീലിങ്സുകളെ ചെറിയൊരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് മാറ്റുന്നു. അതായത് മെയിൻ ക്യാഷ് ബുക്കിൽ നിന്നും ഈ പറയുന്ന ചെറിയ പൈസയുടെ ഡീലിങ്സിനെ എല്ലാം കൂടെ മറ്റൊരു ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്നു. അതിനെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്ന എമൗണ്ടുകൾ എന്ന് പറയുന്നത് പെന്നെന്ന് പറയുന്നത് 20 രൂപയോ 10 രൂപയോ ആയിരിക്കും അതിൻ്റെ വില. അതുപോലെ തന്നെ പെൻസിൽ 10 രൂപയുടെ, A4 സൈസ് ഷീറ്റ് പേപ്പർ, അതുപോലെ തന്നെ ടെലിഫോൺ ബില്ല്, ബസ് ചാർജസ്, ഇതൊക്കെ നിസ്സാര പൈസയാണ്. 7 രൂപ 8 രൂപ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഫെയർ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? മെയിൻ ക്യാഷ്യർ ടു അവോയ്ഡ് ദിസ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ അപ്പോയിൻറ്റ് ആൻ എംപ്ലോയി ആസ് പെറ്റി ക്യാഷ്യർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഓർഗനൈസേഷനും മറ്റൊരു എന്ത് ചെയ്യുന്നു? ഒരു എംപ്ലോയിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ പെറ്റി ഡീലിങ്സ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെറ്റി ക്യാഷ്യറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഹീ ഈസ് നോട്ട് എ മെയിൻ ക്യാഷ്യർ, ഹീ ഈസ് എ പെറ്റി ക്യാഷ്യർ. അപ്പോൾ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹീ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് മേക്കിംഗ് സ്മോൾ പേയ്മെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ദം ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. അദ്ദേഹത്തിന് കുറച്ച് എമൗണ്ടുകൾ ഏൽപ്പിച്ചുകൊണ്ട്, മെയിൻ ക്യാഷ്യർ കുറച്ച് തുക ഏൽപ്പിച്ചുകൊണ്ട്, ഒരു 500-600 രൂപ, അതിലപ്പുറമൊന്നും നമുക്ക് പെറ്റി ക്യാഷ് ഉണ്ടാവില്ല, പേയ്മെൻറ്റുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ആകെ ഒരു 500 രൂപയ്ക്കുള്ളിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു മാസത്തിൽ ഇത്ര ചിലവ്, ഒരു മാസത്തെ ക്യാഷ് ഡീലിങ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഒരു പ്രത്യേകം പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അയാളെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ഒരു 500 രൂപ അഡ്വാൻസ് ആയിട്ട് അയാൾക്ക് കൊടുക്കുന്നു മെയിൻ ക്യാഷ്യർ. എന്നിട്ട് ഈ തുക വച്ചുകൊണ്ട് ഒരു മാസത്തെ ഡീലിങ്സ് എല്ലാം തന്നെ അയാൾ എഴുതി വെക്കുന്നു. ആവശ്യമുള്ള രീതിയിൽ പേയ്മെൻറ്റുകൾ പേ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള മിച്ചമുള്ള തുക ഇത്രയാണെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ അദ്ദേഹം പെറ്റി ക്യാഷ് ബുക്കിൽ എഴുതി തയ്യാറാക്കുന്നു. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെൻറ്റ് വിച്ച് ആർ ടു സ്മോൾ നോട്ട് ടു ബി പെയ്ഡ് ബൈ ചെക്ക് കൊടുത്ത് നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് പറയുന്നത് ബിഗ് ഫോർ എക്സാമ്പിൾ ഒരു 1000 എബോ ഒക്കെയാണ് നമ്മൾ സാധാരണ ചെക്ക് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു 50 രൂപയ്ക്കോ 10 രൂപയ്ക്കൊക്കെ ചെക്ക് എഴുതാറുണ്ടോ? ഇല്ല. അപ്പോൾ ചെക്ക് കൊണ്ട് കൊടുത്ത് ഡീലിംഗ് നടത്തുന്നതിനേക്കാൾ വളരെ ചെറിയ എമൗണ്ടുകളുടെ ഡീലിംഗ് എഴുതി റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെയിൻ ക്യാഷ്യർ കുറച്ച് എമൗണ്ട് അഡ്വാൻസായിട്ട് കൊടുത്ത് പെറ്റി ക്യാഷ്യർ ആ തുക വച്ച് ഒരു മാസത്തെ പേയ്മെൻറ്റുകൾ സെറ്റിൽ ചെയ്യുന്നതിനെയാണ്, ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം? പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. സാധാരണഗതിയിൽ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം? അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം ദ പെറ്റി ക്യാഷ്യർ ഈസ് ഗിവൺ എ ഡെഫിനിറ്റ് സം ഓഫ് മണി. പെറ്റി ക്യാഷ്യർക്ക് മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യുന്നു, ഒരു കുറച്ച് തുക അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു, മുന്നേ കൂട്ടി കൊടുക്കുന്നു അല്ലേ. മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു 500 രൂപ കൊടുക്കുന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെർട്ടൻ പീരീഡ് ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ആ തുകയെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന്. അപ്പോൾ നമ്മൾ എഴുതണം, പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. മെയിൻ ക്യാഷ്യർ ഒരു മാസത്തിൻ്റെ തുടക്കം അഡ്വാൻസ് ചെയ്യുന്ന തുകയാണ് പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, താഴെ നോക്കൂ. ദ പെറ്റി ക്യാഷ്യർ മേക്സ് ഓൾ സ്മോൾ പേയ്മെൻറ്റ്സ് ഔട്ട് ഓഫ് ദിസ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഓക്കെ, ഇംപ്രസ്ഡ് എമൗണ്ടിൽ നിന്നാണ് ഈ പെറ്റി ക്യാഷ്യർ ഇനി വരാൻ പോകുന്ന ആ മാസത്തിൻ്റെ തുടക്കത്തിലാണല്ലോ കൊടുത്തത്, ആ മാസത്തിലുണ്ടാകുന്ന ചെറിയ ചിലവുകളെ ചിലവുകളുടെ പേയ്മെൻറ്റ് നടത്തുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത്, ആ മാസം അവസാനം, ഇപ്പോൾ ജനുവരി 1 ഒരു 500 രൂപ കൊടുത്തു എന്ന് വയ്ക്കുക. മെയിൻ ക്യാഷ്യർ പറയും, 500 രൂപ ഇരിക്കട്ടെ, ഇത് വച്ചുകൊണ്ട് ഈ മാസത്തെ ചെറിയ ചിലവുകളെല്ലാം കൊടുത്ത് പേയ്മെൻറ്റ് കൊടുക്കണം, അതോടൊപ്പം റെക്കോർഡ് ചെയ്യുകയും വേണമെന്ന് പറയുന്നു. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത്, ആ മാസം അവസാനം എന്ന് പറയുമ്പോൾ ജനുവരി 31 എന്ത് ചെയ്യാണ്, മെയിൻ ദ പെറ്റി ക്യാഷ്യർ ഈസ് റീഇംബേഴ്സ്ഡ് ഫോർ ദ എക്സാക്റ്റ് എമൗണ്ട് ഹി ഹാസ് സ്പെൻഡ്. അദ്ദേഹം അല്ലെങ്കിൽ പെറ്റി ക്യാഷ്യർ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി മിച്ചം, ഈ 500 രൂപയിൽ ബാക്കി മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുക എന്ത് ചെയ്യുന്നു, റീഇംബേഴ്സ്ഡ് ചെയ്യുന്നു. ആർക്ക്? മെയിൻ ക്യാഷ്യർക്ക് തിരിച്ചു കൊടുക്കുന്നു. ആ ബാക്കി തുക ഒരു 100 150 ബാക്കി രൂപ ഉണ്ടാവും. ഈ തുക ആർക്ക് കൊടുക്കുന്നു? മെയിൻ ക്യാഷ്. ദിസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇങ്ങനെ ഒരു ഇങ്ങനെ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്ക് സിസ്റ്റത്തിനെയാണ്, പെറ്റി ക്യാഷ് ബുക്ക് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം? മെയിൻ ക്യാഷ്യർ കുറച്ച് തുക അഡ്വാൻസായിട്ട് നൽകുന്നു. ഈ തുക ഉപയോഗിച്ച് പെറ്റി ക്യാഷ്യർ ഒരു മാസത്തിലുണ്ടാകുന്ന ചെറിയ പെറ്റി പേയ്മെൻറ്റുകളെല്ലാം സെറ്റിൽ ചെയ്യുന്നു. അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ് ഹി റീഇംബേഴ്സ് ദ ബാലൻസ് എമൗണ്ട് ടു ദ മെയിൻ ക്യാഷ്യർ. ദിസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്ക്. ഇഫ് ₹500 ഈസ് അഡ്വാൻസ്ഡ് ടു ദ പെറ്റി ക്യാഷ്യർ ഓൺ 1 ജാനുവരി. ഞാൻ പറഞ്ഞുവല്ലോ, 1 ജാനുവരിയിൽ മെയിൻ ക്യാഷ്യർ 500 രൂപ ആർക്കും അഡ്വാൻസായിട്ട് കൊടുത്തു? പെറ്റി ക്യാഷ്യർക്ക് കൊടുത്തു. ഇഫ് പെറ്റി ക്യാഷ്യർ സ്പെൻഡ് ₹350,
ഇപ്പോൾ പെറ്റി ക്യാഷ്യർ ഒരു എല്ലാ ചിലവും കൂടെ ആയപ്പോൾ ഒരു 350 രൂപയാണ് ചിലവായത്. ബൈ ദ എൻഡ് ഓഫ് ജാനുവരി ഹി വിൽ ബി എഗെയിൻ ഗിവൺ 350. സോ അതായത് ഇപ്പോൾ പെറ്റി ക്യാഷ്യർക്ക് എല്ലാം കൂടെ ഒരു 350 രൂപയുടെ ചിലവേ ആയിട്ടുള്ളൂ. അപ്പോൾ ജനുവരി 31 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ഈ പെറ്റി ക്യാഷ്യർ മെയിൻ ക്യാഷ്യറോട് പറയുന്നു, എനിക്ക് മൊത്തം 350 രൂപയുടെ ചിലവായി, ബാക്കി ഇനി 150 രൂപയുണ്ട്. അപ്പോൾ മെയിൻ ക്യാഷ്യർ പറയും, ശരി, നിൻ്റെ കയ്യിൽ ഇപ്പോൾ 150 രൂപയുണ്ട്. ഇനി ഫെബ്രുവരി മാസം വരികയല്ലേ, ഈ 28 ദിവസത്തേക്ക് ഇനി നിനക്ക് വീണ്ടും ഞാൻ 500 രൂപ തരാം. അപ്പോൾ ഇനി ഞാൻ നിനക്ക് 150 രൂപ നിൻ്റെ കയ്യിലുണ്ട്, ഓൾറെഡി ബാലൻസ് ഇപ്പോൾ 150 ഉണ്ട്, ഇനി ഞാൻ ഒരു 350 രൂപയും കൂടെ അങ്ങോട്ട് തരാം. അപ്പോൾ മൊത്തം എത്ര രൂപയുണ്ട്? 500 രൂപയും കൊണ്ട് ഇനി എങ്ങോട്ട് പോവുക? ഫെബ്രുവരി മാസത്തിലേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? 500 രൂപ തുടക്കത്തിൽ ജനുവരിയിൽ കൊടുത്തു, എല്ലാ ചിലവും കൂടെ ഒരു 350 രൂപയായി, ബാക്കി 150 രൂപയുണ്ടെന്ന് ആ മാസം അവസാനം പെറ്റി ക്യാഷ്യർ പറയുകയാണ്. അപ്പോൾ മെയിൻ ക്യാഷ്യർ പറയും, ശരി, എന്നാൽ അടുത്ത മാസത്തേക്ക് ആ 150ൻ്റെ കൂടെ ഞാൻ ഒരു 350 കൂടെ തരാം, മൊത്തം ഒരു 500 എന്ത് ചെയ്യുക, ആ മാസത്തെ ചിലവ് നടത്തുക. അതാണ് പറയുന്നത്. ഹി വിൽ ബി അഗെയിൻ given 350, so that after including rupees 150 the balance amount he will again restarted with the original amount of rupees 500 on first day of February. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ ബാലൻസ് ഉള്ള തുകയോടൊപ്പം ബാക്കിയും കൂടെ കൊടുത്ത് 500 വെച്ച് ഓരോ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെയിൻ ക്യാഷ്യർ ഇതെല്ലാം പേയ്മെൻറ്റുകളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് പെറ്റി ക്യാഷ്യർക്ക് എമൗണ്ട് അഡ്വാൻസായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതും 8 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമായ ഒരു ക്വസ്റ്റ്യനാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ ഇവിടെ ഈ ക്യാഷ് ബുക്ക് അനലിറ്റിക്കൽ രീതിയിലാണ് ഈ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അനലിറ്റിക്കൽ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ഈ എമൗണ്ട് ഞാൻ ടീച്ചറൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് രൂപത്തിൽ ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് അക്കൗണ്ടിൻ്റെ മെയിനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ക്യാഷിൻ്റെ റിസീവ് ചെയ്യുന്ന എമൗണ്ടുകളും ഇങ്ങോട്ട് പേയ്മെൻറ്റുകളുമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങോട്ടെല്ലാം പേയ്മെൻറ്റും ഈ സൈഡിലോട്ട് പേയ്മെൻറ്റും ഇങ്ങോട്ട് എന്താണ് റെസിപ്റ്റുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോക്ക്, ഇവിടെ എമൗണ്ട് റിസീവ്ഡ്, അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് ഈ കോളത്തിന് ഇപ്പുറത്തോട്ട്, വൗച്ചർ നമ്പർ. ഇനി ഇങ്ങോട്ട് അഡീഷണൽ എമൗണ്ട് കോളങ്ങളാണ്. അഡീഷണൽ എമൗണ്ട് കോളങ്ങളെയാണ് ടീച്ചർ പറഞ്ഞത് അനലിറ്റിക്കൽ കോളംസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അഡീഷണൽ എമൗണ്ട് എന്ന് വെച്ചാൽ ഒരൊറ്റ എമൗണ്ട് കോളം ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഐറ്റത്തിൻ്റെ എമൗണ്ട് ഉണ്ട്. പക്ഷേ ഈ എമൗണ്ട് വീണ്ടും അവയെ ഡിവൈഡ് ചെയ്യുന്ന തന്നിരിക്കുന്ന ഓരോ പെറ്റി ക്യാഷും ഏതൊക്കെയാണ് എന്ന് നമുക്കറിയണം. അതായത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നിങ്ങളിവിടെ കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത്രയും ഭാഗമേ വരത്തുള്ളൂ. ഈ എമൗണ്ട് പെയ്ഡ് വരെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആയിട്ട് വരത്തുള്ളൂ. ഇങ്ങോട്ട് വരുന്ന കോളങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട കോളമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റേഷനറി, പോസ്റ്റേജ്, കാർട്ടേജ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതേണ്ടത് പോസ്റ്റേജ്, കാർട്ടേജ്, സ്റ്റേഷനറി, മിസലേനിയസ് ഇങ്ങനെ ഹെഡിങ് കൊടുക്കണം. കണ്ടോ, നമുക്ക് തന്നിരിക്കുന്ന കൺവേയൻസ് ഇങ്ങനെയൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ കോളം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നോക്കിക്കോ. അപ്പോൾ ഡേറ്റ് കോളത്തിൽ നമുക്ക് തരുന്ന ഡേറ്റ്, ആദ്യം നമുക്ക് മെയിൻ ക്യാഷ്യർ എമൗണ്ട് തരും. ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നതായിട്ട് ഡേറ്റ് ഇവിടെ രണ്ടിടത്തും ഡേറ്റ് കോമൺ ആയിട്ട് ഇവിടെ ഈ ഒരൊറ്റ കോളത്തിലാണ് നമ്മൾ ഡേറ്റ് എഴുതുന്നത്. അത് കഴിഞ്ഞ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, മെയിൻ ക്യാഷ്യറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന തുക ഇവിടെയാണ് കാണിക്കേണ്ടത്. എമൗണ്ട് റിസീവ്ഡിൽ 500. അപ്പോൾ നമ്മൾ എഴുതണം ബാലൻസ് എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ. ബാലൻസ് ബ്രോ ഡൗൺ എന്നോ അത് മുമ്പ് ഉണ്ടായിരുന്നതാണെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്തെന്ന് എഴുതണം, ക്യാഷ് എന്ന് എഴുതണം. ക്യാഷ് ടു ക്യാഷ് എന്നും പറഞ്ഞ് എഴുതണം. ഇനി
അടുത്ത ഡേറ്റിൽ നമുക്ക് പെയ്ഡ് സ്റ്റേഷനറി എന്നായിരിക്കും. ഇപ്പോൾ 2/2 പെയ്ഡ് സ്റ്റേഷനറി എന്നാണെങ്കിൽ നമ്മൾ എഴുതും സ്റ്റേഷനറി എന്ന് എഴുതിയിട്ട് എമൗണ്ട് 50 എന്ന് ഇവിടെ എഴുതും. 50 എന്ന് എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ട് നമ്മൾ നോക്കണം ഏത് കോളത്തിലാണ് സ്റ്റേഷനറി. ഇവിടെ ഇല്ല, ഇവിടെയാണ് സ്റ്റേഷനറിയുടെ കോളം, അവിടെയും 50 എന്ന് എഴുതണം. കണ്ടോ? ഇനി അടുത്തത് പോസ്റ്റേജ്. അടുത്ത ഡേറ്റിൽ പോസ്റ്റേജ് എന്നും പറഞ്ഞ് വന്നു. ഡേറ്റ് 3/2 പോസ്റ്റേജ് വന്നു. അപ്പോൾ നമുക്ക് പോസ്റ്റേജിന് 10 രൂപയാണ് ആയത്. അപ്പോൾ നമ്മൾ ഓരോ കോളമായിട്ട് നോക്കണം. ഇവിടെ ഉണ്ടോ? അല്ല, ഇവിടെയാണ് 10 രൂപയുടെ കോളം കിടക്കുന്നത് അല്ലേ? ഇവിടെ 10 രൂപയുടെ ഒന്ന് എഴുതി കൊടുക്കണം. ഇവിടെ ഇല്ല. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അനുസരിച്ച് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഐറ്റം എഴുതുക, ഇവിടെ ആ എമൗണ്ടുകളെല്ലാം എഴുതണം. അതിനുശേഷം അടുത്ത അനലിറ്റിക്കൽ കോളത്തിനകത്ത് എഴുതേണ്ടത് ഏത് കോളത്തിലാണോ ആ ഐറ്റം കിടക്കുന്നത് ആ കോളത്തിൽ വേണം ആ എമൗണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് നിങ്ങൾ എമൗണ്ട് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ തരാം, അപ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ അതിനുശേഷം ഇവയെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ടോട്ടലായിട്ട് വരച്ചിട്ട് ഓരോ എമൗണ്ട് കോളവും എന്ത് ചെയ്യുക? ആദ്യം ഇവിടെ എടുത്ത് എഴുതുക. 500 രൂപ അല്ലേ നമുക്ക് തന്നത്, റിസീവ് ചെയ്തത്. ദെൻ ഇവിടെ തരുന്ന ഓരോ ഐറ്റവും കൂട്ടി ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കോളം എല്ലാം കൂട്ടി ഇവിടെ എഴുതുക. ഓരോ അനലിറ്റിക്കൽ കോളങ്ങളും കൂട്ടി എന്ത് ചെയ്യുക? താഴെ എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓരോന്നും കൂട്ടി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന 500-ൽ നിന്നും ഈ ഇവിടെ കിട്ടിയ ടോട്ടൽ എമൗണ്ട് മനസ്സിലാവുന്നുണ്ടോ? റിസീവ് ചെയ്ത എമൗണ്ട് 500-ൽ നിന്നും പേ ചെയ്ത എമൗണ്ട് കുറച്ച് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എമൗണ്ട് റിസീവ് ചെയ്തതിൽ നിന്നും നമുക്കിവിടെ കിട്ടിയ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണോ ബാക്കി വരുന്നത് അതിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, എന്നിട്ട് അവിടെ ഫുൾ അങ്ങ് വരയ്ക്കുക. ഒരിക്കൽ ഫോർമാറ്റ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ എന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. അതങ്ങ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഇവിടെ ക്യാരി ഡൗൺ ചെയ്തതിനെ എടുത്ത് തൊട്ട് താഴെ പർട്ടിക്കുലർ കോളത്തിനകത്ത് തന്നെ ബ്രോ ഡൗൺ ചെയ്യുക. പക്ഷെ ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ അല്ല എമൗണ്ട് എഴുതേണ്ടത്, പകരം ഇവിടെയാണ് എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇവിടെ ടീച്ചർ പറഞ്ഞു ക്യാരി ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ക്യാരി ഡൗൺ ചെയ്തിട്ട് ഇവിടെ എമൗണ്ട് എഴുതി. എന്നിട്ട് ഈ എഴുതിയ എമൗണ്ടിനെ ഇവിടെ തൊട്ട് താഴെ തന്നെ ബ്രോ ഡൗൺ ചെയ്തിട്ട് ഇവിടെയാണ് അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത്, ബ്രോ ഡൗൺ എഴുതേണ്ടത്. ഇനി ബ്രോ ഡൗൺ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇനി എത്ര രൂപയും കൂടെ വേണം 500 ആവാനായിട്ട് എന്ന് നോക്കണം. ആ തുകയാണ് പിന്നെ ക്യാഷ്യർ കൊടുക്കുന്നത്. ക്യാഷ് എന്നും പറഞ്ഞുകൊണ്ട് ബാക്കി തുക കൊടുക്കും 500 ആകാൻ വേണ്ടിയിട്ട്. അതുവരെ എഴുതി നമ്മളങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും എഴുതുമ്പോഴേക്കും പെറ്റി ക്യാഷ് ബുക്ക് കംപ്ലീറ്റ് ആവും. ഇത്രയും ചെയ്യണം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. ഈ കോളങ്ങൾ ഇതുവരെ സെയിമാണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഒരു കോളം വരെ സെയിമാണ്. ഇങ്ങോട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന അനുസരിച്ചാണ് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സ് എല്ലാവരും പഠിക്കുക. ഓക്കെ.